ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് മീൻ കറിയാണ്. അതായത് അയലക്കറി നല്ല പച്ചയ്ക്ക് അരച്ച് എങ്ങനെ വെക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിനായിട്ട് 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് വെളിയിൽ വെച്ചതാണ്. അപ്പോൾ ഒന്ന് തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നെടുത്ത് ചെറിയ ജാറിലാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതേ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മൾ മീൻ കറിക്ക് ഭയങ്കര ടേസ്റ്റ് വരുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് അതായത് പുളിവെള്ളം ഉള്ളത് കൊണ്ട് ഞാൻ അത് ഇട്ടതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ പുളി ഡയറക്റ്റായിട്ട് തന്നെ ഇട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണാണ് ഞാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് അരച്ചെടുക്കാം. കാരണം കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളത് മിക്സിയിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം കൂടെ പുറത്ത് വരും. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം പൊടി ഉപ്പാണെങ്കിൽ അതിട്ടാലും മതി. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് ഫൈൻ പേസ്റ്റായിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻ കറി വയ്ക്കാനായിട്ട് മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ഒരു അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ തേങ്ങ വെച്ചിരുന്ന വെള്ളമില്ലേ അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ ആ ജാറൊന്ന് കറക്കിയിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ 2 ടേബിൾ സ്പൂൺ അരച്ച സമയത്ത് പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്കും കൂടെ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് മൊത്തം 4 ടേബിൾ സ്പൂൺ പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പുളി എത്രയാണോ നോക്കിയിട്ട് അത് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ കറക്റ്റ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക്, തക്കാളി, കറിവേപ്പില പിന്നെ ഒരു പിഞ്ച് ഉലുവാപ്പൊടി അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കാണ് കുറച്ചുകൂടെ ടേസ്റ്റ് നമ്മൾ മീൻ കറിക്ക് വരുന്നത്. ഇങ്ങനത്തെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നല്ല തിളച്ച് കുറച്ചൊന്ന് വറ്റിയതിന് ശേഷം മാത്രമേ മീൻ ഇട്ട് കൊടുക്കാവൂ. ഇല്ലെങ്കിൽ നേരത്തെ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള അയല ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി മീൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ടൊന്നും സ്പൂൺ കൊണ്ട് ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇപ്പോൾ പഴമക്കാരൊക്കെ എപ്പോഴും പറയണതും ചെയ്യണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു മീനിൻ്റെയൊക്കെ ഒരു പച്ച മണം പോകുന്നതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അതനുസരിച്ച് മീൻ കറി ഉണ്ടാക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ മീൻ കറിക്ക് ലാസ്റ്റ് ഒരു താളിക്കൽ പരിപാടി കൂടെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കടുക് അത് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു 2 എണ്ണം ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ടൊന്ന് അതൊന്ന് ബ്രൗൺ കളർ ആയതിനു ശേഷം ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ വറ്റൽമുളക് ഇട്ട് കൊടുക്കരുത്. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചൂടുകൊണ്ട് വറ്റൽമുളക് കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് നമ്മുടെ മീൻ കറിയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിച്ച് ഒന്ന് ഇളക്കി ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അത് പ്രത്യേകം എടുത്ത് തന്നെ പറയണം. നല്ല കറക്റ്റായിട്ട് മീനൊന്നും പൊടിഞ്ഞു പോകാതെ കറക്റ്റായിട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും മാസലാമ.